ഇങ്ങനെ ഒരുപാട് രാജ്യത്തൊക്കെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് സത്യം പറഞ്ഞാൽ കേരളത്തിനെക്കാട്ടിലും കൂടുതൽ ചേട്ടൻ ഒത്തിരി എബ്രോഡാണ് ചെയ്തേക്കുന്നത് അല്ലേ? ഷോസ് ഒരുപാട് പുറത്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഗൾഫിലായിരിക്കും ഏറ്റവും കൂടുതൽ ഷോ ചെയ്തിട്ടുണ്ടാവുക. ദുബൈയിൽ ഞാനൊരു 100 പ്രാവശ്യത്തിന് മേളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും, ദുബൈയിൽ മാത്രം. അങ്ങനെ ഒരുമാതിരിപ്പെട്ട ഒരു 10-45ഓളം രാജ്യങ്ങളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞ കേരളത്തിനെക്കാട്ടിലും കൂടുതൽ അപ്പുറയാ. സത്യം പറഞ്ഞാൽ അത് നമ്മൾ തമാശയ്ക്ക് പറയുകയാണെങ്കിൽ പോലും അതിനകത്തൊരു സത്യം കിടപ്പുണ്ട്. കേരളത്തിലെ പല സ്ഥലങ്ങളും ഇപ്പോഴും ഉള്ളറകളുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. പുറത്തുള്ള രാജ്യങ്ങളായിരിക്കും കൂടുതൽ കണ്ടിട്ടില്ല. സത്യമായിട്ട് അല്ലേ? ശരിയാ. ഏതൊരു മനുഷ്യനാന്നേലും ഫസ്റ്റ് ചിന്തിക്കുന്നത് നമ്മള് എബ്രോഡ് പോയി ചെയ്യാം. പക്ഷെ കേരളത്തിൽ അതിനേക്കാളും ബ്യൂട്ടിഫുൾ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നുള്ളതാണ്. ശരിയാ, സത്യമായി പറഞ്ഞു. അപ്പൊ ചേട്ടൻ ഇത് ഒത്തിരി പല രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേനെ ഒത്തിരി തരം ഭക്ഷണം കഴിക്കുവല്ലേ, പല രീതിയിൽ. ഇപ്പൊ പിന്നെ എന്നാ പറയുന്നത്, ഈ സൗത്ത് ആഫ്രിക്ക, ഉഗാണ്ട അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേന് വേറെ ടൈപ്പ് ഓഫ് ഫുഡ് അല്ലേ? അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ ഫുഡാണോ ഇഷ്ടം, അതോ നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെ പ്രിഫർ ചെയ്യോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഓരോ രാജ്യത്ത് പോകുമ്പോഴും അവിടുത്തെ ആഹാരം കഴിക്കാനാണ് താല്പര്യം. ഈ കഞ്ഞിയും കപ്പയൊക്കെ കേരളത്തിൽ ഒന്നും എപ്പോഴും കിട്ടുന്നില്ലേ? അങ്ങനെയൊന്നും പറയണ്ടോ. കേരളത്തിൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല. അത് ഇപ്പം കഞ്ഞിയും കപ്പയൊക്കെ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കഴിക്കുന്നു, അത് സ്ഥിരമായിട്ട് കേരളത്തിൽ നമുക്ക് കിട്ടും. പക്ഷേ പുറത്ത് പോയി ഇറ്റാലിയൻ ഫുഡ് കഴിക്കുന്നു പുറത്തെ രാജ്യത്ത് പോകുമ്പോൾ. ഇപ്പോൾ നെയ്റോബി എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഹോട്ടലുണ്ടായിരുന്നു. ഒരു വലിയ ഹോട്ടലാണ്, ഫുൾ വുഡിൽ തീർത്തൊരു ഹോട്ടൽ. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക, ഈ ട്രൈബ്സിനെ പോലുള്ള ആൾക്കാരാണ് സെർവ് ചെയ്യണത്. ഭയങ്കര ആംബിയൻസ് ആണ് അവിടെ. അപ്പോൾ ഓസ്ട്രിച്ച്, പിന്നെ മുതലയൊക്കെ അവർ വളർത്തുകയാണ്. പേടിക്കണ്ട, തിന്നില്ല, വളർത്തുകയാണ്. എന്നിട്ട് അതിനെ നമുക്ക് അവർ ഫിഷൊക്കെ കറി വെക്കുന്ന പോലെയാണ് ചെയ്തു തരുന്നത്. എല്ലാം തൂക്കമാണ്, എല്ലാം ചുട്ടിറച്ചികളാണ്. ഭയങ്കര രസമാണ് അവിടെ പോയി കഴിക്കാൻ. അപ്പൊ അതൊക്കെ നമ്മൾ ആശ്രയിക്കണ്ടേ? ചുട്ടതൊക്കെ കഴിച്ചോ? പിന്നെന്താ, എന്റെ തമ്പുരാനെ, എനിക്ക് മുതലയൊക്കെ തിന്നോ? ഇല്ല, മുതലേ തിന്നില്ല, പക്ഷെ ഓസ്ട്രിച്ചിനെ കഴിച്ചു. അയ്യോ, എന്നിട്ട് വേഗത്തിൽ ഓടാൻ പറ്റിയോ? പിന്നെന്താ, വേഗത്തിൽ ഓടി ഇവിടെ എത്തിയത്. അവിടുന്ന് ഒറ്റ ഓട്ടം ഓടിയിട്ട് ഇവിടെ എത്തിയത്. ഓസ്ട്രിച്ചിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ? ചേട്ടാ, ഞാനൊരു കാര്യം ചെയ്തേ. ചേട്ടൻ ഇപ്പൊ മിമിക്രിയിലല്ലേ, അതിലും ആദ്യമായിട്ട് ഞാനൊരു കാര്യം ചെയ്തേ. ചേട്ടൻ ഈ മിമിക്രി ആണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എൻ്റെ വഴിത്തിരിവ് അതാണ് എന്നെങ്ങനെ മനസ്സിലായി? അത് കുഞ്ഞുനാളിലെ മുതൽ ഇതിനു വേണ്ടി ഇഷ്ടമായിരുന്നു? ഇല്ലല്ല, അങ്ങനല്ല. നേരത്തെ ആനി പറഞ്ഞ പോലെ ഡ്രോയിങ്ങിനോടായിരുന്നു താല്പര്യം. ഒരു ഡ്രോയിങ് മാഷാകണം എന്നായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഒരാഗ്രഹവും. അതിനു വേണ്ടിയിട്ടാണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഡ്രോയിങ് സ്കൂളിലാണ് പഠിച്ചത്. വളരെ അവിചാരിതമായിട്ടാണ് മിമിക്രി എന്ന് പറയുന്നൊരു കലയിലേക്ക് തിരിയാനുള്ള കാരണം ഉണ്ടായത്. ഒരു നാടക ട്രൂപ്പിൽ 2 മാസം വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കലാകാരൻ, ബാബു എന്ന് പറഞ്ഞ കലാകാരൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടവേളകളിലുള്ള ഞങ്ങളെ ബോറടിപ്പിക്കാനുള്ള ഒരു പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്കിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി. പിന്നെ അദ്ദേഹം സ്റ്റേജിൽ നാടകത്തിന് മുമ്പ് ഒരു അരമണിക്കൂർ കയറി ഒറ്റയ്ക്ക് പെർഫോം ചെയ്യും. അപ്പോൾ ഒരാൾ നിന്നിട്ട് ഒരു സന്നാഹങ്ങളും ഇല്ലാതെ വെറും ഒരു മൈക്രോഫോൺ കൊണ്ട് മാത്രം ഇത്രയും സമയം ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു കല, അതെന്നെ ഭയങ്കര കൗതുകം ഉണർത്തി. ഒരുപാട് വിഭിന്ന സ്വഭാവമുള്ള ആൾക്കാരെ ഒരേ മനസ്സോടുകൂടി നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കത് തോന്നിയതുകൊണ്ട് ഒരിഷ്ടം തോന്നി അതിനോട്. പക്ഷേ ചേട്ടാ, ആദ്യം നമ്മൾ കണ്ടപ്പോഴത്തേ നമുക്കത് ഇഷ്ടം തോന്നി. പക്ഷെ അത് സ്റ്റേജിലേക്ക് വരുമ്പോൾ കുറച്ച് പ്രയാസമല്ലേ? അല്ല, പ്രയാസം ഇപ്പോൾ എല്ലാത്തിനും പ്രയാസമുണ്ടല്ലോ. ഉണ്ട്, എന്നാലും ഇത് ഇച്ചിരി അതുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദുഃഖിക്കാന്ന് പറയില്ലേ? ഒരു തമാശ ഉണ്ടാക്കണോ, ഒരു തമാശ പറയാൻ വേണ്ടിയിട്ട് 5 മിനിറ്റിൻ്റെയോ അല്ലെങ്കിൽ 25 മിനിറ്റിൻ്റെയോ സ്കിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരാഴ്ചത്തെ മെനക്കേടായിരിക്കും. അപ്പോൾ റിസ്ക്കാണ്. പക്ഷേ ആ റിസ്കിനൊരു സുഖമുണ്ട്. അവർ ചിരിക്കുമ്പോൾ കിട്ടുന്ന 2 സന്തോഷമാണ്. ഒന്ന് അവർക്കുള്ള സന്തോഷം, പിന്നെ അത് കാണുമ്പോൾ ഉള്ള സന്തോഷം നമുക്ക്. അതെ, ആഹാരം നമ്മൾ നല്ല തൃപ്തിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന അപ്രിസിയേഷനിൽ ഉണ്ടാവുന്ന ഒരു സന്തോഷം അല്ലേ? എനിക്ക് ഹിന്ദിയിൽ ഷാറൂഖ് ഖാനെ ഇഷ്ടം, തമിഴിൽ കമൽഹാസനെ ഇഷ്ടം. എന്നെ കമൽഹാസനെ ഇമിറ്റേറ്റ് ചെയ്യോ പ്ലീസ്? ഒരു 2 സെന്റൻസ് മതി. വണക്കമാനി, ഞാൻ ആനിയുടെ സിനിമകളൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. ആണായിട്ട് അഭിനയിച്ചത് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പെണ്ണായിട്ടാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. ഈ ആഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണത്. മട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെരി ഗുഡ്. ഇപ്പം എന്നാ പറയുന്നത്, ഇപ്പം ഈ പറഞ്ഞ കൂട്ട് ഡയലോഗ് പറഞ്ഞില്ലേ, എൻ്റെ ഈ ഷോയിലേക്ക് വരുമെന്ന്, ആ നാവ് പൊന്നാവട്ടെ. എന്നാ പറയുന്നത്, ഒരു ആങ്സൈറ്റിയുടെ പുറത്തിരിക്കാൻ കൂടെ എന്നാ പറയുന്നത്, ഒന്നും വരുന്ന പോലുമില്ല. തീർച്ചയായിട്ടും വരും അവരൊക്കെ.